സമാധാനം ലഭിക്കുന്നതിനുള്ള എളുപ്പ വഴികൾ. വിശുദ്ധ ഗ്രന്ഥം ചില എളുപ്പ വഴികൾ നമ്മളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സമാധാനം ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. സമാധാനം ആഗ്രഹമുള്ളവർ. അതിന് ആഗ്രഹമുണ്ടോ എന്ന് ആദ്യം അറിയണമല്ലോ. സമാധാനം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും. അപ്പം നമ്മളിങ്ങനെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കിട്ടണം, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളോട് ഇത് വിശുദ്ധ ഗ്രന്ഥം സമാധാനം കിട്ടുന്നതിനുള്ള ചില എളുപ്പ വഴികൾ പറഞ്ഞു തരികയാണ്. അതിൽ പ്രധാനപ്പെട്ട എളുപ്പ വഴി യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-19 തിരുവചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് ആദ്യം വെളിപ്പെടുത്തുന്നത്. സമാധാനം കിട്ടുന്നതിനുള്ള എളുപ്പവഴിയിൽ ഒന്നാമത്തെ ഒരു സാധ്യത, ഒരു വഴി ദൈവം തുറക്കുന്നത് യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-19 തിരുവചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ വചനം നമ്മളിൽ പലർക്കും കാണാതെ അറിയാവുന്നതായിരിക്കും, പലതവണ കേട്ടിട്ടുള്ള വചനമായിരിക്കും. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ, നിവർന്നിരുന്നേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ എഴുതിയെടുത്ത് പഠിച്ചോണം. ഈ വചനം ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോഴും ഈ വചനം ഏറ്റുപറയുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഒരു പ്രവർത്തനം സമ്മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആ വചനം നമുക്കൊന്ന് വായിക്കാം. യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-19 തിരുവചനം. 18-ാം വചനം ആദ്യം വായിക്കാൻ പോവാ. വായിച്ചേ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ാം വചനം. ഈ വചനം നമുക്കൊന്ന് കാണാതെ പഠിക്കാം കേട്ടോ. ഇത് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പഠിക്കുമ്പോൾ തന്നെ ഈ വചനം നമ്മുടെ തലയ്ക്കകത്തോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലണം. ഈ വചനം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഏറ്റുപറയാം. യേശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ാം തിരുവചനം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. വലതു ഇടതു ഇരിക്കുന്നവരോടൊന്ന് പറഞ്ഞു കൊടുത്തേ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം കേട്ടോ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇപ്പം ആരോടോ പറഞ്ഞേ? നമ്മുടെ അടുത്തിരുന്നവരോട് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട, പരിഗണിക്കണ്ട. ഈ വചനം ആരോടാണ് പറയുന്നത്? അടുത്തിരുന്നവരോടല്ല, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. ഹല്ലേലൂയ. ആരോട് പറയുന്നതാണ്? ഒച്ചത്തിൽ പറയൂ. വലതുകരം എടുത്ത് നെഞ്ചത്ത് തൊട്ടോണ്ട് പറഞ്ഞേ, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. പറഞ്ഞേ, എന്തു പറയുന്നു? ഒച്ചത്തിൽ പറ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പ്രൈസ് ദി ലോർഡ്. സമാധാനം കിട്ടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നത്. നമ്മുടെ മിക്കവാറും പേരുടെ സമാധാനം കളയുന്ന ഒന്നാണ് ഏത്? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം, കഴിഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം,
കഴിഞ്ഞ കാര്യങ്ങൾ ഇതിങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം അതത്ര നല്ല സ്വഭാവമാണോ? പറയൂ. അല്ല. നമ്മുടെ വീട്ടിലെ സമാധാനം തകർക്കുന്ന ഒരു കാര്യമാണ് ഏത്? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം. ഉദാഹരണത്തിന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച നിങ്ങളുടെ ഓർമ്മയിലുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന സംഭവങ്ങൾ എന്തായിരിക്കും? നിങ്ങളോടിപ്പോൾ ഞാൻ ഈ ചേട്ടനോട് പറയുകയാണ്, ചേട്ടാ കഴിഞ്ഞ വർഷം ഇപ്പം 2024 തീരാറായി. അപ്പോൾ 2024 ആയിരിക്കുന്ന ചേട്ടനോട് ചോദിക്കും, ചേട്ടാ 2023 തൊട്ട് 24 ഈ ഒരു വർഷക്കാലം ചേട്ടൻ്റെ മനസ്സിൽ എന്താണ് ഓർമ്മയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നല്ലതായിരിക്കുമോ, സന്തോഷം നൽകുന്നതായിരിക്കുമോ, ദുഃഖം നൽകുന്നതായിരിക്കുമോ? ദുഃഖം. ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പം മരിച്ചത്, അമ്മ മരിച്ചത്, ജീവിത പങ്കാളിയുടെ കാര്യം, ഇല്ലെങ്കിൽ വീട്ടിലുണ്ടായ ചില ദുഃഖങ്ങൾ, ചില പരാജയങ്ങൾ, ചില അപകടങ്ങൾ, ചില നഷ്ടങ്ങൾ, മറ്റുള്ള ചിലരിങ്ങനെ പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ തലയ്ക്കകത്തിരിക്കുക. സന്തോഷമുള്ള കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെയുള്ള കയ്പ് നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളാണ്. ഇതൊരു മനുഷ്യ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. ഈ മനുഷ്യ സ്വഭാവത്തെയാണ് ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. എന്തെന്നറിയോ? നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക സ്വഭാവം വർദ്ധിക്കണം. ആ ദൈവിക സ്വഭാവത്തിന് വേണ്ട വചനമാണ് പറഞ്ഞത്, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ കൗൺസിലിങ്ങിനൊക്കെ പോകാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നമ്മുടെ പോട്ട ആശ്രമത്തിൽ കൗൺസിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല കൗൺസിലർ ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് നമ്മൾ പറയും, അല്ലേ? ധ്യാനത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് അച്ഛന്മാരോട് പറയും, ശുശ്രൂഷകരോട് നമ്മൾ പറയും. എന്തുവാ പറയുന്നേ? മിക്കവാറും പറയുന്നതെല്ലാം തന്നെ എന്തായിരിക്കും എന്നറിയാവോ? നമ്മുടെ ഉള്ളിലുള്ള ഇന്നലകളിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ, അല്ലേ? കുറേ കാര്യങ്ങൾ ഇതിങ്ങനെ തന്നെയും പിന്നെയും ഇതിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? ഒരു ഗുണവുമില്ല. നമ്മുടെ സമാധാനം ഓർക്കുന്തോറും നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 വർഷം മുമ്പുണ്ടായ ഒരു തെറ്റായ ഒരു ജീവിത അനുഭവം, ഒരു തെറ്റായ തീരുമാനം, ഒരു തെറ്റായ ബന്ധം, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇന്ന് നമ്മൾ ഓർക്കുന്നത് കൊണ്ട്, അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒരു മെച്ചവുമില്ല. അതിങ്ങനെ ഓർക്കുന്തോറും നമ്മുടെ ഉള്ളിൽ ഭാരം, ഓർക്കുന്തോറും നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത, ഉറക്കം നഷ്ടപ്പെടുന്ന അനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം ലഭിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണ്ട, കഴിഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കണ്ട. ഡു നോട്ട് കൺസിഡർ. നീ അതിനെ പരിഗണിക്കണ്ട. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെൺകുട്ടി, അവൾ എന്നോട് പറഞ്ഞു, ILTC പലതവണ പരീക്ഷ എഴുതി അവൾ തോറ്റുപോയി. അച്ഛാ, ഇനി ഒരു പരീക്ഷ എഴുതാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, കാരണം എന്താ? അച്ഛാ, ഞാൻ ഇതിനു മുമ്പ് എഴുതിയതൊക്കെ തോറ്റുപോയില്ലേ, എന്ന് മാത്രമല്ല ആ തോൽവിയെക്കുറിച്ചുള്ള ഓർമ്മ ഇന്ന് എന്നെ പുറകോട്ട് വലിക്കുന്നു. ആ തോൽവിയെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ പുറകോട്ട് വലിക്കുന്നു. അച്ഛാ, ഇന്ന് കാര്യങ്ങളൊക്കെ അല്പം കൂടെ എളുപ്പമാണ്, എനിക്ക് ചെയ്യാൻ പറ്റും, ശരിയാ, ഞാൻ വേണ്ടത്ര രീതിയിൽ ഒരുങ്ങിയിട്ടൊക്കെയുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ തോറ്റുപോയതിനെ കുറിച്ചുള്ള ഓർമ്മ എന്നെ പുറകോട്ട് വലിക്കുന്നു.
പുറകോട്ട് വലിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. കല്യാണപ്രായമെത്തിയ ഒരു പെൺകുട്ടി കുടുംബത്തിൽ കല്യാണാലോചനകളൊക്കെ നടക്കുമ്പോൾ ഇവള് പറയുന്നു, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അപ്പോൾ വീട്ടുകാർക്ക് ആകപ്പാടെ സങ്കടമായി. ഇവളൊന്നും പറയുന്നുമില്ല, ഇവള് ആകപ്പാടെ പറയുന്നു എനിക്ക് കല്യാണം വേണ്ട. അവസാനം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ആലയത്തിൽ വന്നു. അപ്പനും അമ്മയും മകളും ഉണ്ട്. അപ്പോൾ മകൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ അപ്പനും അമ്മേനെ മാറ്റി നിർത്തി ഞാൻ ഇവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് കല്യാണം വേണ്ടാന്ന് നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു തെറ്റായ സ്നേഹബന്ധം, അന്നത്തെ ഒരു പ്രണയം എനിക്കുണ്ടായി. ഞാൻ ഒരു ചെറുപ്പക്കാരനോട് കുറേ നാൾ പ്രേമിച്ചു നടന്നു. പിന്നെ അത് നഷ്ടപ്പെട്ടു, അത് പോയി. പക്ഷെ ഇപ്പോൾ ഒരു വിവാഹമെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കൊളുത്തിപ്പിടുത്തം. ആ പെൺകുട്ടി പറഞ്ഞ വാക്കതാ, എൻ്റെ ഉള്ളിൽ ഒരു കൊളുത്തിപ്പിടുത്തം. ഞാൻ ചോദിച്ചു, എന്തിനാ? അച്ഛാ, എനിക്കിനി ഒരു പുരുഷനെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുമോ? പണ്ട് ഞാനൊരാളെ പ്രേമിച്ചതല്ലേ, ആ ഓർമ്മ എന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നു. എനിക്കൊരു വിവാഹ ജീവിതം സാധ്യമാണോ? എനിക്ക് പൂർണ്ണമായി ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ, ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതല്ല, പക്ഷേ ഇതെൻ്റെ ഉള്ളിലൊരു വിഷമാണ്, സങ്കടമാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നൊരു സുന്ദരമായ വചനം, യേശയ്യായുടെ പ്രവചനം 54 അധ്യായം 4 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 4. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതേം കൂടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ കാല ജീവിതത്തിൽ, പ്രത്യേകിച്ച് ചെറുപ്പകാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അത് കാരണം ഇനി എനിക്കൊരു ശുഭകരമായ ജീവിതം ഉണ്ടോ എന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കുള്ള വചനമാണ് യെശയ്യായുടെ പുസ്തകം 54 അധ്യായം 4 തിരുവചനം. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയുമില്ല, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. കണ്ടോ, ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ വചനം ആ പെൺകുട്ടിയുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആ പെൺകുട്ടി പറഞ്ഞു, എന്നെക്കുറിച്ച് കരുതലുള്ള ദൈവം എനിക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വചനം, ദേ ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ നാണം കെടേണ്ടി വരില്ല, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, അത് ഓർത്തുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിന്റെ സമാധാനം തകർക്കുന്ന ഇപ്രകാരമുള്ള കാര്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള വഴി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരോട് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട, പരിഗണിക്കണ്ട. ഈ വചനം ഇത് ഇന്ന് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ സ്വഭാവത്തിലെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരതിൽ ആനന്ദിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞ് വീട്ടിലെ സമാധാനം കളയുന്നു ചിലർ. ഇത് പറഞ്ഞ് ചില വീട്ടിൽ സമാധാനം കളയുന്നു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേച്ചിയും ചേട്ടനും അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ഞാൻ ചോദിച്ചു വന്നപ്പോൾ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു കൂട്ടുകുടുംബമാണ്, ഇവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിലുള്ള സഹോദരനും കുടുംബവും, സഹോദരനും ഭാര്യയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പണ്ട് നടന്ന ചില കാര്യങ്ങൾ
ഇവരുടെ ഈ വീട്ടിലെ വൈകുന്നേരം ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ വിളമ്പും, ഇതിങ്ങനെ പറയും. ഇതത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല, പണ്ട് നടന്ന ചില കാര്യങ്ങൾ. അതിങ്ങനെ പറയും തോറും അടുത്ത തലമുറകളായി, കുഞ്ഞുങ്ങളായി, കൊച്ചുമക്കളൊക്കെ ആയി. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് പുതിയ കാര്യമാണ്. അപ്പോൾ അവർ വളരെ കൗതുകത്തോടെ ഇത് കേട്ടിരിക്കും. അപ്പോൾ ഇവരീ മുതിർന്നവരിതിങ്ങനെ ഇരുന്ന് വിളമ്പും. അപ്പോൾ ഈ ചേട്ടനും ചേച്ചിയും കൂടെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്താ ഇപ്പം ചെയ്യണേ, ആകപ്പാടെ പ്രതിസന്ധിയാ. ഇതിങ്ങനെ അവരിങ്ങനെ പറയുമ്പോൾ ഭാരം അച്ഛാ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കഥകൾ ഇനി ഇവിടെ പറയണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ അച്ഛാ സമ്മതിക്കണ്ടേ, എല്ലാം പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. ചിലർക്ക് അങ്ങനെ ഇതിങ്ങനെ പറയുന്നതിൽ ഒരു സുഖമുള്ള ആളുകളുണ്ടല്ലോ, അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചില കുടുംബത്തിൽ ഇങ്ങനെ വിള്ളലുകൾ ഉണ്ടാക്കി ഒരു സന്തോഷം, ഒരു കൊച്ചു സന്തോഷം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ ഒരു കുടുംബത്തിൽ അവര് കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാനൊക്കെ വന്നു. ഈ കുടുംബനാഥന് ഒരു ചെറിയ തെറ്റായ സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അത് ഭാര്യ കണ്ടുപിടിച്ചു, വഴക്കായി. പക്ഷെ അവരുടനെ ഒരു ധ്യാനത്തിനൊക്കെ വന്ന് പരസ്പരം സെറ്റിൽ ചെയ്തു. ഭർത്താവ് ഭാര്യയുടെ കാലേ വീണ് കരഞ്ഞ് മാപ്പ് ചോദിച്ചു. ഇനി മേലാൽ എടി ഞാൻ ഈ വഴിക്കൊന്നും പോവില്ല, നിനക്കെന്നെ വിശ്വസിക്കാം. മൊബൈൽ ഫോണിലൂടെ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ച ഒരു തെറ്റായ സ്നേഹബന്ധമായിരുന്നു. അതോടുകൂടെ ഇയാൾ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു, ഇനി നല്ല ഭർത്താവ്, ഇനി ഞാൻ നല്ല ഭർത്താവ്. അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു. കഴിഞ്ഞ നാളിൽ ഈ കുടുംബത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതം, സന്തോഷമാണോ, സുഖമാണോ? ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു, അച്ഛാ കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവളെ അന്നത്തെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇവള് ഓർമ്മപ്പെടുത്തും. അപ്പം ഞാൻ ഉടനെ ആ ചേച്ചിനോട്, ചേച്ചി ഇങ്ങോട്ട് വന്നേ, ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി മേലിൽ ആ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന്. ഇനി വീണ്ടും അത് തോണ്ടേണ്ട കാര്യമുണ്ടോ? ഇനി വീണ്ടും തോണ്ടേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലെ കുറേ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൂടെ ചപ്പിയവരെല്ലാവരും കൂടെ നമ്മളൊരു കുഴി കൊണ്ട് മൂടി. ഇനി അത് വീണ്ടും അത് തോണ്ടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ ചേച്ചി? ഇത് ഉറങ്ങുവാണോ? ഉണ്ടോ? ഇല്ലെന്ന്. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഞാനിപ്പോൾ ആ ചേച്ചീനെ വിളിച്ചിട്ട് ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞത്, എൻ്റെ അച്ഛാ ഞാനൊന്നും പറയാറില്ലേ. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചത്, ചേച്ചി പറയുന്നില്ല, പിന്നെ ചേട്ടൻ എന്നെ സ്വപ്നത്തിലാണോ ഈ പറയുന്നില്ല? എൻ്റെ അച്ഛാ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും ഇവളുടെ ചില ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ ചോദിച്ചു, ഉദാഹരണത്തിന് ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു, ആ സോഫയിലിരിക്കുന്നു. ഞാൻ അവിടെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മൊബൈലൊന്ന് തുറക്കുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ വെറുതെ നോക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾ അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോൾ അച്ഛാ ഇവൾ സാധാരണ നടക്കുന്നത് പോലെയല്ല ആ സമയത്ത് നടക്കുന്നത്. ആ ചേട്ടന് കാര്യം മനസ്സിലായി. ഇങ്ങോട്ട് നോക്ക്. അതായത് ആ സമയത്ത് അവൾ നടക്കുമ്പോൾ അവളുടെ നടപ്പിന് തന്നെ ഒരു വ്യത്യാസം. മാത്രമല്ല ആ നടപ്പിനിടയിൽ അവള് എന്നിങ്ങനെ ചില ഒച്ചകളും പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം അവൾ അതിലേക്കൂടെ നടന്നു പോയപ്പോഴത്തേക്ക് അച്ഛാ അവള് പറഞ്ഞ്, ഞാനൊന്നും മറന്നിട്ടില്ല. ഇതുപോലെ അച്ഛാ വേറെ സത്യമായിട്ട് ഇവളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവളുടെ ഈ നെടുവീർപ്പും, ഞാനൊന്നും മറന്നിട്ടില്ല, ഞാൻ മൊബൈൽ എപ്പോൾ എടുത്തോ അപ്പം അവള് തുടങ്ങും, ഞാനൊന്നും മറന്നിട്ടില്ല. അച്ഛാ സമാധാനമില്ല. നമ്മുടെയൊക്കെ ഉള്ളിലും ഇതേപോലത്തെ ചില സ്വഭാവ രീതികൾ കിടക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ ഓർത്തുകൊണ്ടും പരിഗണിച്ചും നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത്. അത് നിനക്കൊരിക്കലും ഗുണം ചെയ്യില്ല. നിന്നെ എന്നും പുറകോട്ട് വലിക്കും. നിന്റെ കുടുംബത്തിലെ സമാധാനം നശിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാൻ വന്നപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞു, അച്ഛാ പഴയ സ്നേഹമൊന്നും ഭർത്താവിനില്ല.
ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ? അച്ഛാ, പണ്ട് എന്നെ എന്തൊരു സ്നേഹത്തോടു കൂടിയായിരുന്നെന്നറിയോ? എന്നെ മോളെ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എന്നെ മോളെ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു, എടി ഇപ്പോഴും ഞാൻ നിന്നെ മോളെ എന്നല്ല വിളിക്കുന്നത്, നീ എന്തോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, ശരിയാ, മോളെ എന്നാ വിളിക്കുന്നത്, പക്ഷേ അതിന് മുമ്പും ശേഷവും വേറെ ചില വാക്കുകളും കൂടെ ചേർത്ത് വയ്ക്കും, അത്ര കുഴപ്പമുള്ളൂ. മോളെ, അത് തന്നെ, മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ തന്നെയാണ്. പക്ഷേ വർഷം മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം ഇങ്ങനത്തെ വിളികളായി മാറി. ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞകാല സംഭവങ്ങൾ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഭാഷ മാറും, സ്നേഹപ്രകടനങ്ങൾ മാറും. നമുക്കൊരിക്കലും പരിപൂർണമായി ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പോലും പറ്റാത്തവണ്ണം പിശാച് നമ്മളെ പുറകോട്ട് മാറ്റും. ഇപ്പോൾ സമാധാനം ലഭിക്കുന്നതിലൊരു വഴി പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണ്ട, അത് പരിഗണിക്കണ്ട. വാട്ടെവർ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് നീ ഓർത്തുകൊണ്ടിരിക്കണ്ട. വലതും ഇടതും ഇരിക്കുന്നവരോട് പറ, ഓർത്തുകൊണ്ടിരിക്കണ്ട. ഓർത്തുകൊണ്ടിരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകം, യോഹന്നാന് ലഭിച്ച വലിയ സുന്ദരമായ വെളിപാട് പുസ്തകം നമ്മുടെ മുമ്പിൽ അതിസുന്ദരമായ ഒരു വചനം പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുന്ന ഒരു സ്വർഗീയമായിട്ടുള്ള സത്യം. വെളിപാട് പുസ്തകം 21 അധ്യായം 1 മുതലുള്ള വചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 1. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ഐ സോ സംതിങ് ന്യൂ. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ആകാശം, സമാധാനത്തിൻ്റെ വഴി ദൈവം തുറന്നു തരികയാ. ഒരു പുതിയത്, സംതിങ് ന്യൂ. എന്നിട്ട് വചനം മുന്നോട്ട് നീങ്ങുമ്പോൾ 4-ാം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ചേ, ഇടതുകരം നെഞ്ചോട് ചേർത്തി വചനം ഒന്ന് ഒച്ചത്തിൽ പറയാം. വെളിപാട് പുസ്തകം, വെളിപാട് പുസ്തകം, ഉച്ചത്തിൽ പറ, വെളിപാട് പുസ്തകം 21 അധ്യായം 4-ാം തിരുവചനം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഒരിക്കൽ കൂടെ ഒച്ചത്തിലേറ്റ് പറഞ്ഞ് ഇത് നമുക്ക് സ്വന്തമാക്കി സ്വീകരിക്കിയ വചനം: അവിടുന്ന് എന്റെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ്, ഇനി നീ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖം, മുറവിളി, സങ്കടം, ഭാരം അതിനെ ഓർത്തുകൊണ്ടിരിക്കണ്ട. അതെല്ലാം കടന്നുപോയി, അതെല്ലാം കടന്നുപോയി. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് നീ ഓർത്തുകൊണ്ടിരിക്കണ്ട. ഓർക്കുന്തോറും എന്ത് സംഭവിക്കും? ആ കാര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്താൻ തുടങ്ങും. അപ്പൊ ഈ ഓർക്കണ്ട, പരിഗണിക്കണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പൊ പിന്നെ എന്നതാ ചെയ്യണ്ടേ? എന്തുവാ ചെയ്യണ്ടേ? 19-ാം തിരുവചനം, യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 19-ാം തിരുവചനം നമ്മൾ വായിച്ച വചനം ഒന്ന് വായിച്ച ഒന്നും കൂടെ. യെശയ്യായുടെ പുസ്തകം 43:19. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഇതാ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ? പറഞ്ഞേ, ഇതാ. എന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നേ? യെശയ്യായുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാ. ആ വാക്ക് എന്തിനാ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? എപ്പോഴാണോ നീ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഓർമ്മകളിൽ നിന്ന് പുറത്തു വരുന്നത്, ആ സെക്കൻഡിൽ ഇതാ ഇതാ
അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി. ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? അത് മുളയെടുക്കുകയാ. ഒരു വിത്ത് പൊട്ടി മുളച്ചു വരുന്നത് പോലെ അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ദൈവം നിന്റെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ചില പുതിയ വഴികൾ തുറക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തുറക്കപ്പെട്ട വഴിയിൽ നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കരുത്. അങ്ങനെ നിന്നാൽ നിനക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. നീ അവിടെ ഇങ്ങനെ മരവിച്ച് നിന്നു പോകും. കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവത്തിനെ ഓവർകം ചെയ്യണം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിൽ നിന്ന് നീ ഇങ്ങനെ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പുള്ള ഒരു ചെറുപ്പക്കാരന്റെ സംഭവം ചില വേദികളിലൊക്കെ ഞാൻ പറയാറുള്ളതാണ്. ഈ ചെറുപ്പക്കാരന് 23-24 വയസ്സെത്തി. ഇവൻ മിടുക്കനായിരുന്നു, പള്ളിയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ. ഇപ്പൊ പള്ളി പോവില്ല. അച്ഛന്മാരെന്നും സിസ്റ്റേഴ്സെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അലർജിയാണ്. ഇവന്റെ പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ആകപ്പാടെ തകർന്നൊരവസ്ഥ. ഒരിക്കൽ ഇവനെ കണ്ടപ്പോൾ ഇവൻ അച്ഛന്മാരെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവനങ്ങനെ പറയണമെങ്കിൽ കാരണം എന്താണ്? അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു മുറിവ് കിടപ്പുണ്ട്. വീണ്ടും സംസാരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ചോ, 10ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ പഠനം നിർത്തുന്നത്. അവൻ പിന്നീട് അവൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അൾത്താര ശുശ്രൂഷകന്റെ ലീഡറായിരുന്നു അവര്. ഓൾട്ടർ ബോയ്സിന്റെ ലീഡറായിരുന്നു ഇവൻ. ഒരിക്കല് ഇടവക പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അൾത്താര ശുശ്രൂഷയായിരുന്ന ഇവനെ എന്തോ ഒരു കാര്യത്തിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ വികാരിയച്ഛൻ പനിഷ് ചെയ്തു, ശിക്ഷിച്ചു. ഇവനെ പബ്ലിക്കായിട്ട് കുർബാന മധ്യം മുട്ടുകുത്തി നിർത്തിച്ചു. ഇവൻ അന്ന് തീരുമാനിച്ചു, ഇനിയും ഞാൻ പള്ളി പോവില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല. ഇവന്റെ ഉള്ളിലേറ്റ അപമാനം ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ്. ഇവൻ പഠിച്ചുകൊണ്ടിരുന്ന കാത്തലിക് സ്കൂളിൽ പഠനം നിർത്തി. ഇപ്പൊ 10-23 വയസ്സായി. പഠനം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ സമാധാനമില്ല, പള്ളിയിൽ പോവില്ല, പ്രാർത്ഥിക്കത്തില്ല. 24 മണിക്കൂർ അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ചീത്ത പറഞ്ഞു നടക്കുന്നു. ഇവന്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞ, അച്ഛാ, ഞാൻ ഇന്നിങ്ങനെയാകാൻ കാരണം അന്നത്തെ അച്ഛനാണ്. എന്നെ അന്ന് ശിക്ഷിച്ചത് കൊണ്ടാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, എന്നെ ശിക്ഷിച്ചത് കൊണ്ടാണ്. ഞാൻ അവൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അന്ന് ആ അച്ഛന് പറ്റിയ തെറ്റ്. എടാ, ഇന്ന് 23 വയസ്സായി. നീ പറയുന്ന വൈദികൻ, എനിക്ക് മനസ്സിലായി ഈ അച്ഛൻ ഏതാന്ന്. 3-4 വർഷം മുമ്പ് അച്ഛൻ മരിച്ചും പോയി. നീ നിന്റെ ജീവിതത്തെ ശിക്ഷിക്കരുത്. ഡോണ്ട് പണിഷ് യുവർ സെൽഫ്. പണ്ട് അങ്ങനെ സംഭവിച്ചു, അത് തെറ്റ്, ശരി. പക്ഷെ ആ തെറ്റായ കാര്യത്തെക്കുറിച്ച് നീ ഓർത്തുകൊണ്ടിരുന്നാൽ നിനക്കൊരിക്കലും സമാധാനം കിട്ടില്ല. നീ എന്തു ചെയ്യണം? നീ അതിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങണം. അതിനുള്ള കരുത്ത് കർത്താവ് തന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, വളരെ സുന്ദരമായൊരു ദൈവത്തിൻ്റെ വചനം ഓർമ്മയിൽ കൊണ്ടുവന്നത് ഇങ്ങനെയായിരുന്നു. 15-ാം അധ്യായം 4 മുതലുള്ള തിരുവചനം. അവിടെ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് കുഞ്ഞുണ്ടാവും. എത്രാമത്തെ വയസ്സിലെ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞത്? 75-ാമത്തെ വയസ്സിൽ. വർഷം മുന്നോട്ട് നീങ്ങുന്നു, കുഞ്ഞുണ്ടാവുന്നില്ല. വലിയ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 4 and 5 ഒന്ന് വായിച്ചേ. വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. ഉറപ്പ് കൊടുത്തെടാ, നിന്റെ അവകാശി എന്ന് പറയുന്നത് ആരാ? നിനക്കൊരു കുഞ്ഞുണ്ടാകും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഇത് നാട്ടുകാര് പറഞ്ഞതല്ല, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. സാറാമ്മയുടെ തലയ്ക്കകത്ത് ഉദിച്ച ബുദ്ധി അത് ഹാഗാറിൽ കുഞ്ഞുണ്ടാവട്ടെ എന്ന് പറഞ്ഞതാണ്. അതല്ല, മറിച്ച് നിനക്ക് സാറായിൽ ഒരു കുഞ്ഞുണ്ടാകും. ഇത് വാഗ്ദാനമാണ്. എന്നിട്ട് അടുത്ത വചനം വായിച്ചേ, 5-ാം വചനം.
അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക. ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. മനസ്സിലാവണുണ്ടോ? അവൻ ആ കൂടാരത്തിനുള്ളിൽ ഇങ്ങനെ ഇരുന്ന് ദുഃഖിച്ചിരിക്കുക. ആ ദുഃഖിച്ചിരിക്കുന്നവനെ കൈക്ക് പിടിച്ച് ദൈവം പുറത്തോട്ട് വാ. എടാ, നീ ഈ കൂടാരത്തിനുള്ളിലിരുന്ന് മുകളിലോട്ട് നോക്കി ആകാശം കാണാൻ പറ്റുമോ? നീ ഇവിടെ ഇരുന്നോണ്ട് ഈ പിറുപിറുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുമോ? നീ ഇങ്ങനെ ഇരുന്നോണ്ട് കഴിഞ്ഞ കാലം അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇരുട്ട് മാത്രമല്ലേ ഉള്ളൂ, ആകാശം കാണാൻ പറ്റില്ല. അബ്രാഹമേ, നീ പുറത്തേക്ക് വാ. ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ദൈവം അവൻ്റെ മാനസിക മേഖലകളിൽ അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിന് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എടാ, നീ കണ്ണ് തുറന്ന് നോക്ക്, നിനക്ക് ആകാശം കാണാം, നക്ഷത്രങ്ങൾ കാണാം, ഈ ആകാശ വിധാനത്തെ മുഴുവൻ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കൂടാരത്തിനുള്ളിലിരുന്നാല് അവിടെ ഇരുന്ന് നീ മുകളിലോട്ട് നോക്കിയ ടെന്റ് മാത്രമേ ഉള്ളൂ, അടഞ്ഞു കിടക്കോ, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടഞ്ഞിരുന്ന് ആകാശം നഷ്ടപ്പെട്ട് ജീവിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നീ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കൂ. അതിനൊരു പിശാചൊരു സുഖം കൊടുക്കും. കണ്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ ചിലരെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ മുറിക്കകത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയുള്ളൂ. പള്ളിയിൽ പോവണ്ടേ, ധ്യാനകേന്ദ്രത്തിൽ വരണ്ടേ, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം, അല്ലേ? ആ ഒരു പുതപ്പും പുതച്ച് ചിലരെയൊക്കെ അങ്ങനെ ഉണ്ട്. അതിങ്ങനെ അവിടെ ഇരിക്കും. അതിനൊരു സുഖമുണ്ട്. അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ചടഞ്ഞു കൂടി ജീവിച്ച് നിന്റെ ജീവിതം തീർക്കാനല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. വലത് ഇടത് ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, ചടഞ്ഞുകൂടി ഇരുന്ന് നിന്റെ ജീവിതം തീർക്കരുത്. പറഞ്ഞു കൊടു. അവളോടൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്ക്. ചടഞ്ഞുകൂടി ഇരുന്ന് നിന്റെ ജീവിതം തീർക്കരുതെന്ന് കേട്ടോ. ചടഞ്ഞുകൂടി ഇരുന്ന് നിന്റെ ജീവിതം തീർക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ജീവിതം ഉള്ളൂ. പറഞ്ഞു കൊടുത്തേ, ഒരു ജീവിതം ഉള്ളൂ. അതിങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന് തീർക്കരുത്. നിനക്കെന്നു മരിക്കുമെന്ന് വല്ല അറിവുണ്ടോ? മരിക്കുമ്പോൾ മരിക്കും. അതിങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്ന് ചിലർ ചത്ത പോലെ ജീവിക്കുന്നു. അങ്ങനെ ആവരുത്. ചത്ത പോലെ ജീവിക്കാനല്ല, ഒരു ജീവിതമേ ഉള്ളൂ, അത് അന്തസ്സായിട്ട് ജീവിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ അടഞ്ഞിരിക്കാതെ നിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വരണം. ആകാശത്തേക്ക് നോക്കണം. ആകാശ വിധാനത്തിലെ നക്ഷത്രങ്ങളെ കാണണം. നിനക്ക് പ്രകാശം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നീ എപ്പോഴും ഇങ്ങനെ പരാതിയും പറഞ്ഞ് പിറുപിറുത്ത്, അയ്യോ അവർ കാരണം എൻ്റെ ജീവിതം പോയി, ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഇവനെ പെറ്റതോടുകൂടി എൻ്റെ ജീവിതം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം മെച്ചപ്പെടുകയില്ല, സമാധാനം കിട്ടില്ല. സമാധാനം വേണോ? എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ നിന്ന് പുറത്തു കടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അബ്രാഹത്തെ ദൈവം കൂടാരത്തിന്റെ ഉള്ളിൽ നിന്നും പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നു. ഓർമ്മകളിൽ തളം കെട്ടി കിടക്കാതെ, ഓർമ്മകളുടെ കൂടാരത്തിന്റെ അകത്ത് കിടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കാതെ നീ മുമ്പോട്ട് വാ. നിനക്ക് ദൈവം വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും, പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകം വായിച്ച് ധ്യാനിച്ചു കൊള്ളണേ. സമയം കിട്ടുമ്പോ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 18-ാം തിരുവചനം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 18-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 13 വേഴ്സ് 18. ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചു വിട്ടിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം
വഴി തെറ്റിപ്പോയി ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ ചെന്നതല്ല, ദൈവം തിരിച്ചു വിട്ടതാ. ചെങ്കടലിന്റെ മുമ്പിൽ ഇവർ ചെല്ലുമെന്ന് ദൈവത്തിനറിയാം. പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യും. ഒന്ന് വായിച്ചേ 21-ാം തിരുവചനം. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. ഹല്ലേലൂയാ. കർത്താവ് അവരുടെ മുമ്പിലാണോ പുറകിലാണോ? പറയൂ. അവരുടെ മുൻപിൽ. വഴി കാട്ടുന്ന ദൈവം മുൻപിൽ, പുറകിലല്ല. പുറകിരുന്ന് ടോർച്ചടിക്കുമല്ല, മുമ്പിൽ നടക്കുക ദൈവം. അടുത്ത 22-ാം വചനം എന്താ? പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ലെന്ന്. അവരുടെ മുമ്പിൽ ദൈവം വഴി കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഒരു കാര്യം ശ്രദ്ധിച്ചോണം. കഴിഞ്ഞകാല ജീവിതത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തു വരുമ്പോ തമ്പുരാൻ കർത്താവ് വഴി കാണിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവം നിനക്ക് ചുവട് വെക്കാനുള്ള വഴി കാണിച്ചു തരും. അല്ലാതെ വലിയ ഹാലജൻ ലൈറ്റ് ഇട്ടിട്ട് മൊത്തം പ്രകാശത്തിൽ ഇതാണ് എന്നല്ല, നിനക്ക് ചുവട് വെക്കാനുള്ള വഴി കാണിച്ചു തരും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നതാ, ഈ ചുവട് വെച്ചിട്ട് അത് അവിടെ ചെന്ന് അത് എന്താ, അതല്ല. നിനക്ക് ചുവട് വെക്കുന്നതിനുള്ള വഴി കാണിച്ചു തരും, ദൈവം കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല. നിനക്ക് ഇതാ ഇപ്പോ ഈ നാളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തരും. വഴി ദൈവം തുറക്കും. കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ, ഓർമ്മകളിൽ കുടുങ്ങിക്കിടന്ന് നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നീ വിശ്വസിക്കണം. ഈ ആരാധന സമയത്ത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങളിൽ ഏതെങ്കിലും മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ വിടുതൽ കർത്താവ് ചൊരിയും. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേയും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. കരങ്ങൾ നീട്ടി ഈശോയേ ഈശോയെ നോക്കി ആരാധന, ഈശോയെ ഈശോയേ ആരാധന. ആരാധന. പഠിക്കേ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. എഴുന്നേറ്റ് നിന്ന് ഈശോയേ എല്ലാവരും ചേർന്ന് ആരാധന, ഈശോയേ ആരാധന. കരങ്ങൾ ഉയർത്തി. ഈശോയേ ആരാധന, ഈശോയേ ആരാധന. പേടിക്ക്. ഈശോയേ ആരാധന, ഈശോ ഈശോയേ ആരാധന. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഓ ദൈവമേ, നിന്റെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവേ, എന്റെ
മനസ്സിലെ ഓർമ്മകളെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരെ നോക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമാധാനം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ശുശ്രൂഷ സമയം കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും സംഭവങ്ങളിൽ, ഏതെങ്കിലും അനുഭവങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈശോ നിന്നെ വിടുവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ഒരു സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നന്നായി പ്രാർത്ഥിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങളിൽ കുരുങ്ങിക്കിടന്നാൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അത് തടസ്സമായിട്ട് മാറും. ഇതാ ഈശോ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങളിൽ അത്ഭുതകരമായി ഇടപെട്ട് ആ മേഖലകളിൽ ഒരു സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സമയം ഒരുപക്ഷെ ചില ആളുകൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും, കേട്ടിട്ടില്ലായിരിക്കും. പക്ഷേ ചില ആളുകൾ നമ്മളോട് പറയുകയാണ്, ദേ ഇന്നതാണ്, നമ്മളെക്കുറിച്ച് ഭാരപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ദേ നമ്മുടെ തലയ്ക്കകത്ത് ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, തെറ്റായി ചിന്തിക്കാൻ നമ്മളെ ഈ കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നു. മൊത്തം ഇരുട്ട്, ശുഭകരമായി ജീവിക്കാൻ പറ്റാത്ത വണ്ണം നമ്മൾ പുറകോട്ട് വലിയപ്പെടുന്നു. ഈ ആരാധനയിൽ ഈശോയോട് പറയുക, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ തലയ്ക്കകത്ത് പലതുമുണ്ട്. ആ മേഖലകളിൽ നിന്റെ തിരുരക്തത്തിൻ്റെ ശക്തി ഈ സമയം എൻ്റെ മേൽ ഒഴുകപ്പെടണം. യേശുവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ എൻ്റെ പൊന്ന് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്തുകൊള്ളൂ. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സമയം ഭാരപ്പെടേണ്ട, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു, കുരിശിൽ ഈശോ ചൊരിഞ്ഞ രക്തത്തുള്ളി എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ, ഇന്നലകളിലെ ഓർമ്മകൾ, അനുഭവങ്ങൾ, സംഭവങ്ങൾ ഇതാ ഈശോ തിരുരക്തത്താൽ കഴുകുന്ന സൗഖ്യത്തിൻ്റെ സമയം. നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വെറുപ്പും കോപവും അസ്വസ്ഥതയും ഇരുട്ടും പടരും. എന്നാൽ യേശുവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം യേശു നൽകുന്ന സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആഗ്രഹിച്ച് ചേർന്ന് ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ എൻ്റെ പൊന്ന് കർത്താവേ. പ്രാർത്ഥിച്ചേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകണമേ, കഴുകേണമെന്നെയും എൻ്റെ പൊന്ന് കർത്താവേ. പൊന്നു കർത്താവേ. ചേർന്ന് എല്ലാവരും പാടാമോ? തിരിച്ചോരത്തുള്ളിയാൽ കഴുകണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ ചില സംഭവങ്ങൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ചില്ല. കർത്താവേ, അപ്രകാരമുണ്ടായിട്ടുള്ള എൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ മരണം അൺഎക്സ്പെക്റ്റഡായി, താങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭാരം സമർപ്പിച്ചേ.
പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷം പിന്നീട് ജീവിതത്തിൽ പ്രത്യാശയോടുകൂടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ കാര്യത്തിലും അസ്വസ്ഥത, ഒരു ഉണങ്ങിയ അവസ്ഥ, ചുരുണ്ടുകൂടുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ സമയം അപ്രകാരം ആ ഒരു മരണത്തിലൂടെ നിന്റെ ഉള്ളിൽ കടന്നു വന്ന ഭാരത്തെ ഈശോ തിരുരക്തത്താൽ കഴുകുന്ന അനുഭവം ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ അപ്പൻ്റെ മരണം, അമ്മയുടെ മരണം, പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ മരണം, മക്കളുടെ മരണം, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് അത്രമാത്രം സ്നേഹിച്ചിരുന്നവരുടെ മരണം, ആ മരണം നമ്മുടെ ഉള്ളിൽ വല്ലാതെ ഏകാന്തത ഉണ്ടാക്കിയിട്ടുണ്ടാവും. എനിക്കിനി ആരെന്നൊരു ചോദ്യം ഉണ്ടാകും, എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള സങ്കടം, അത് ഓർക്കും തോറും ഭാരം. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മനസ്സിലെ അപ്രകാരമുള്ള അനുഭവങ്ങളെ കഴുകണമേ. തിരുവിലാവിൽ നൊഴുകുന്ന തിരിച്ചോര തുള്ളിയാൽ എന്നെ കഴുകണമേ എൻ്റെ പൊന്ന് കർത്താവെ. ചേർന്ന് പാടിക്കേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെയും എൻ്റെ പൊന്ന് കർത്താവേ. പൊന്നു കർത്താവേ. ചേർന്ന് പാടാമോ? തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെ പൊന്നു കർത്താവേ. പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ കുടുംബത്തിൽ ഈ നാളുകളിലോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലോ അനുഭവിച്ച ചില അപകടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ ചില അപകടങ്ങൾ, നമുക്ക് തന്നെ ഉണ്ടായ ചില അപകടങ്ങൾ, ആ അപകടത്തോട് ചേർന്നുണ്ടായിട്ടുള്ള ചില ഭാരങ്ങൾ, ഒരുപക്ഷെ കുടുംബത്തിലുള്ള ഏതെങ്കിലും കിടപ്പ് രോഗികളുണ്ടാവാം. സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. ആശുപത്രി കയറി ഇറങ്ങി വല്ലാണ്ട് മടുക്കുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില അപകടങ്ങളോട് ചേർന്നുണ്ടായ ചില കേസുകൾ, കോടതി കയറി ഇറങ്ങി വല്ലാണ്ട് മടുത്ത അനുഭവങ്ങൾ ഉണ്ടാവും. സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ, അപ്രകാരമുള്ള ദുഃഖ അനുഭവങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട്, അത് കാരണം ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല. ഓർക്കും തോറും ഭാരം, ഓർക്കും തോറും ഭാരം. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അങ്ങ് ശരിയാകുന്നില്ല. ചിലരുടെ ഉള്ളിൽ ഇതാ ഭാരം കർത്താവ് ഓർമ്മപ്പെടുത്തി തരുന്നു. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരു വീട് പണിയണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഒരു സ്ഥലം വാങ്ങണം വിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഒരു വാഹനം വാങ്ങണം വിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വിചാരിച്ച പോലെ നടക്കുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് വിദേശ രാജ്യത്ത് ഇന്ന പഠനത്തിന് പോകണം, ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നൊക്കെ വലിയ ആഗ്രഹവും പ്രതീക്ഷയുമാണ്. പക്ഷെ വിചാരിച്ച പോലെ നടക്കുന്നില്ല. മക്കളുടെ വിവാഹ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അങ്ങ് നടക്കുന്നില്ല. ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. മക്കളെക്കുറിച്ച് ഓർക്കും തോറും സങ്കടം വരുന്ന, മകൻ ഇങ്ങനെ ആയല്ലോ, മകൾ ഇങ്ങനെ ആയല്ലോ, അവരുടെ കൂട്ടുകെട്ട് ഇങ്ങനെ ആയല്ലോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽപ്പെട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. സമർപ്പിക്കുക. ഈശോയെ, ഈ സമയത്ത് സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിലുള്ള കൈപ്പേറിയ ഓർമ്മകളെ, അനുഭവങ്ങളെ ഈശോയെ തിരുവിലാവിൽ നൊഴുകുന്ന തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ. ചേർന്ന് പാടിക്കേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ചേർന്ന് പാടാം, ചേർന്ന്. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. രണ്ട് കരങ്ങളും കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിച്ച്, കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ചോളൂ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ സാധിക്കുമെങ്കിൽ ആ കുരിശാകൃതിയിലെ കരങ്ങളൊക്കെ വിടിച്ചു പിടിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ച ആളുകൾ, നിങ്ങളെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞവർ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും എപ്പോഴും ശല്യപ്പെടുത്തുന്നവർ, നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്നവർ, ഒരുപക്ഷെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങളെ നശിപ്പിച്ചവർ, ശാരീരികമായും മാനസികമായും ഭാരപ്പെടുത്തുന്നവർ, ഒരുപക്ഷെ നമ്മൾ നല്ല കാര്യങ്ങളെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ പോലും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുന്നവർ, അത് നമ്മുടെ കുടുംബത്തിലുണ്ടാവാം, നമ്മുടെ സമൂഹത്തിലുണ്ടാവാം.
ഒരുപക്ഷെ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലുണ്ടാവാം. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, കുരിശിൽ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ. ആ കുരിശിനോട് ചേർത്ത് വെച്ച് ഇതാ എൻ്റെ ജീവിതത്തിലെ ഇപ്രകാരമുള്ള എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് മറക്കാനും പൊറുക്കാനും പറ്റുന്നില്ല. ചില ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. യേശുവേ, കുരിശിൽ നിന്ന് അങ്ങൊഴുക്കിയ തിരുരക്തം എൻ്റെ മനസ്സിലെ ഭാരപ്പെട്ട ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലേക്ക് ഈ നിമിഷം ഒഴുക്കി. കർത്താവേ, എനിക്ക് സൗഖ്യം നൽകണമേ. ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള കൃപ നൽകണമേ. പരാതി പറയാതെ ജീവിക്കാനുള്ള കൃപ നൽകണമേ. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ചോ. നന്നായിട്ട് നിവർത്തി ഇങ്ങനെ വിരിച്ചു പിടിച്ച് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നിന്റെ ജീവിതത്തിൽ കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാണ്. നീ ആഗ്രഹിക്കും തോറും കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്ന സമയമാണ്. പ്രാർത്ഥിക്കുന്ന ഉള്ളുരുകുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിക്കുന്ന സമയമാണ്. നീ ഭാരപ്പെടണ്ട. ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിച്ചോ. നിന്റെ ഹൃദയം അറിയുന്ന കർത്താവ് നിന്നിൽ ഇടപെടും, നിന്റെ കുടുംബത്തിൽ ഇടപെടും. പ്രിയപ്പെട്ട ഭാര്യയെ, നിനക്ക് സമാധാനം ഈശോ നൽകും. ഈ സമയത്ത് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കണ്ണുനീര് കാണുന്ന കർത്താവ് ഇടപെടും. നിനക്ക് അൺഎക്സ്പെക്റ്റഡായി അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ നീ ഭാരപ്പെടേണ്ട. സംശയാലുവായിട്ടുള്ള ഭർത്താവിനെ ഓർത്തുകൊണ്ട് കരയുന്ന ഭാര്യയെ, നിന്റെ കണ്ണുനീര് കർത്താവ് കാണുന്നു. ഈശോ നിന്റെ കണ്ണുനീര് അത് അനുഗ്രഹമായിട്ട് മാറ്റും. നീ തളർന്നു പോകരുത്. ഈശോ നിന്നിൽ ഇടപെടുന്ന സമയം രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച് കണ്ണുകളടച്ച്, യേശുവേ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോര തുള്ളിയാൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം അതിർത്തി തർക്കത്തോ തുറന്ന് വല്ലാണ്ട് ഭാരപ്പെട്ട ഒരു കുടുംബം ദാ ഇവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ കണ്ണുനീര് കണ്ട് അനുഗ്രഹിക്കും. എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കർത്താവ് നിന്റെ കുടുംബത്തിൽ ഇടപെടും. നിന്റെ കുടുംബത്തിലെ കിടപ്പ് രോഗി ആ കുടുംബത്തിനൊരു സമ്പത്താണ്, അതൊരിക്കലും ഒരു ശല്യമല്ല. ആ കുടുംബത്തിലെ കിടപ്പ് രോഗി അത് കർത്താവ് അതൊരു ക്രമീകരിച്ചിരിക്കുകയാണ്. ആ രോഗിയുടെ സഹനത്തിലൂടെ നിന്റെ കുടുംബത്തിൽ അഭിഷേകമുണ്ട്. രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച്, യേശുവേ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോര തുള്ളിയാൽ എന്നെ കഴുകണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. കഴുകേണമെന്നെയും പൊന്നു കർത്താവേ, ആഗ്രഹിച്ചു കണ്ണുനീരോടെ തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ കെട്ടഴിച്ച് പ്രാർത്ഥിക്കട്ടെ. മനസ്സിലെല്ലാ ഭാരവും കർത്താവ് എടുത്തു മാറ്റും. മനസ്സിലെല്ലാ ഭാരവും കർത്താവ് എടുത്തു മാറ്റും. യേശുവിന്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്ന സമയം, യേശുവിന്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്ന സമയം കർത്താവ് നിന്നിൽ ഇടപെടും. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ആരാധന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിന്റെ ശക്തി നിന്നിലേക്ക് വെളിപ്പെടട്ടെ. യേശുവിന്റെ ശക്തി നിന്നിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന കർത്താവേ. ശ്വാസകോശ സംബന്ധമായി വലിയൊരു ഭാരത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ സൗഖ്യം നിന്നിലേക്ക് ഒഴുകുന്നു. ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാവുന്ന കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെ ഓർത്ത് നീ തളരല്ലേ. ഈശോ നിന്നെ മനസ്സിലാക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് ശക്തി നൽകുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. നിന്നിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അരുൺ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോ ഇടപെടുന്നു. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ ശക്തി നിന്നെ ഭരിക്കട്ടെ. യേശുവിന്റെ ശക്തി നിന്നെ ഭരിക്കട്ടെ. ഏത് വിഷയത്തെ ഓർത്തുകൊണ്ടാണോ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൽ കർത്താവ് നിന്നെ ഉയർത്തും. നീ നാണം കെടാൻ കർത്താവ് അനുവദിക്കുകയില്ല. നീ ലജ്ജിതനാവാൻ കർത്താവ് അനുവദിക്കില്ല.
ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നയിക്കുന്നു. യേശുവേ, യേശുവേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, യേശുവേ, സ്തുതി. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഏറ്റെടുക്കട്ടെ. യേശുവേ, യേശുവേ. ഭാരം കർത്താവ് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. യേശുവേ, നന്ദി. ക്ഷമിക്കാനുള്ള വരം കർത്താവ് നൽകട്ടെ. ക്ഷമയുടെ വരം കർത്താവ് നൽകട്ടെ. യേശുവേ, യേശുവേ. കൃപയ്ക്കുമേൽ കൃപ കർത്താവ് നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ ആശീർവാദം അത് നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ ഇന്നലകളിലെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്ന ആശീർവാദമാണ്. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന.